മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ വീട്ടുമുറ്റത്ത് വന്ന് ഇറങ്ങുന്ന സമയത്തന്നെ ബാലചന്ദ്രന്റെ ശരീരത്തിന് വല്ലാത്ത ക്ഷീണം തളർച്ചയൊക്കെ കൂടുതലായിരുന്നു. ശരീരത്തെക്കാൾ കൂടുതൽ തളർന്നിരുന്നത് മനസ്സായിരുന്നു. കൂടെ ഗോവർദ്ധനും ഇറങ്ങി. ഗോവർദ്ധനന്റെ നോട്ടം മുഴുവൻ ബാലചന്ദ്രന്റെ മുഖത്തായിരുന്നു. എത്ര വലിയ സങ്കടമാണ് ആ മനുഷ്യൻ ഉള്ളിലൊതുക്കി പിടിച്ചിരിക്കുന്നത്. വൈജയന്തി ചേച്ചി ചെയ്ത ചതി അതാർക്കും പെട്ടെന്ന് ക്ഷമിക്കാനോ മറക്കാനോ പറ്റുന്ന ഒന്നാണോ? അല്ല, സ്വന്തം ചോരനെന്ന് പോലും അറിയാതെ അലീനയെ ആ വീട്ടിൽ നിന്നും അടിച്ചെടുക്കാൻ നോക്കുന്ന വൈജയന്തി. ഈ സത്യങ്ങളൊന്നും അറിയാതെ ബാലേട്ടനെ സ്വന്തം അച്ഛനായി കണ്ട് സ്നേഹിക്കുന്ന പാവം അലീന. ബാലേട്ട, നമ്മളെത്തി. ഗോവർദ്ധൻ പതിയെ വിളിച്ചു. വണ്ടിയിലിരുന്ന് വാങ്ങിപ്പോവുകയായിരുന്ന ബാലചന്ദ്രൻ അങ്ങ് ഞെട്ടി എഴുന്നേറ്റു. കണ്ണുകൾ വല്ലാതെ കലങ്ങി ചുവന്നിരുന്നു. അദ്ദേഹം ഒന്ന് ചുറ്റും നോക്കി. പിന്നെ പതുക്കെ പുറത്തേക്ക് കാൽ വെച്ചു. അങ്ങനെ തൻ്റെ കാലുകൾക്കൊന്നും ഒട്ടും ഉറപ്പില്ലായിരുന്നു. തൻ്റെ ജീവിതം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നറിയാതെ ഒരു മനുഷ്യന്റെ പതർച്ച ആ നടത്തത്തിലുണ്ടായിരുന്നു. അവരങ്ങനെ വരാന്തയിലേക്ക് കയറിയപ്പോൾ വാതിൽ തുറന്നു. മുന്നിൽ അലീന നിൽക്കുന്നു. അവളുടെ മുഖത്ത് എപ്പോഴുമുള്ള അവളുടെ നിഷ്കളങ്കമായ ചിരിയുണ്ടായിരുന്നു. ഗോവർദ്ധനൻ അവളെ തന്നെ നോക്കി നിന്ന് പോയി. ഇതിനു മുൻപ് എത്രയോ തവണ ഈ വീട്ടിൽ വന്നപ്പോഴൊക്കെ ഗോവർദ്ധൻ അവളെ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ വൈജയന്തിയുടെ മകളാണെന്നും ബാലേട്ടൻ്റെ സ്വന്തം മകളാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ സത്യങ്ങൾ മുഴുവൻ അറിഞ്ഞതിന് ശേഷം അവളെ നോക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം തൊണ്ടയിൽ വന്നു. അങ്ങനിങ്ങനെ കുടുങ്ങി നോക്കുന്നത് പോലെ തോന്നി. പാവം കുട്ടി, ഇതൊന്നും അവൾ അറിയുന്നില്ലല്ലോ. താൻ അച്ഛനെന്ന് വിളിച്ച് ജീവൻ തുല്യ സ്നേഹിക്കുന്ന ആള് അവളുടെ യഥാർത്ഥ അച്ഛനല്ല എന്നും സ്വന്തം അച്ഛനെ കണ്ടുപിടിച്ച് അവിടെ ഏൽപ്പിക്കാനാണ് അദ്ദേഹം പോയി വന്നത് എന്നൊന്നും അവൾക്ക് അറിഞ്ഞൂടാ. അച്ഛാ, യാത്രയ്ക്ക് സുഖമായിരുന്നോ എന്ന് അലീന ഓടി വന്ന് ബാലചന്ദ്രന്റെ കയ്യിൽ നിന്നും ബാഗൊക്കെ വാങ്ങിച്ച് ചോദിച്ചു. ആ, സുഖമായിരുന്നു മോളെ, ബാലേന്ദ്രൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. ആ ശബ്ദമല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു. ഗോവർദ്ധനങ്ങളെ അകത്തേക്ക് കയറി വാ, അലീന സ്നേഹത്തോടെ വിളിച്ചു. അവൾ ബാഗുമായി അകത്തേക്ക് പോയി. ഗോവർദ്ധനൻ ഒരു നെടുവീർപ്പോട്ടെ ബാലേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ പതിയെ അകത്തേക്ക് കയറി. ഇതേ സമയം ഹാളിൽ സോഫയിൽ വന്നിരിക്കുമ്പോഴും ബാലചന്ദ്രന്റെ മനസ്സ് മുഴുവൻ ആ ഒരു കുളത്തുപുഴയിലെ കൂടിക്കാഴ്ചയിലായിരുന്നു. അലീനന്റെ യഥാർത്ഥ അച്ഛൻ സ്റ്റാൻലി ജോസഫ്. അയാളുടെ മുന്നിൽ പോയി നിന്നപ്പോൾ താൻ അനുഭവിച്ച മാനസികാവസ്ഥ അതെന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അലീന ചൂടുള്ള ചായയുമായി വന്നു. രണ്ടുപേർക്കും ചായ കൊടുത്തു. ഗോവർദ്ധനൻ പെട്ടെന്ന് എഴുന്നേറ്റു. അതെ, എനിക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങണം, ഞാൻ പോവാ. അതെന്താ അങ്ങളെ അങ്ങനെ പറയുന്നത്? ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ പോരെ? അലീന ചോദിച്ചു. ഏയ് വേണ്ട മോളെ, സുൽ അവിടെ എനിക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. ഗോവർദ്ധനൻ ചിരിക്കാൻ ശ്രമിച്ചു. അലീന അടുക്കളയിലേക്ക് പോയ തക്കം നോക്കി ഗോവർദ്ധനൻ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. ആ തോളിൽ പതുക്കെ തൊട്ടു. ബാലേട്ട, വിഷമിക്കരുത് കേട്ടോ, സങ്കടപ്പെടാതിരിക്ക്, എല്ലാം നമുക്ക് ശരിയാക്കാം. ബാലചന്ദ്രൻ ഒരു വിളറിയ ചിരിയോടെ ഗോവർദ്ധനെ നോക്കി. എനിക്ക് ടെൻഷനൊന്നുമില്ലടാ, ഞാൻ അനുഭവിക്കുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ എന്തു വരാനാ? ഒന്നും വരാനില്ല. അതല്ല ബാലേട്ട, എനിക്കറിയാം ബാലേട്ടൻ്റെ മനസ്സിൽ നിന്നിരുന്നത് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഈ സത്യങ്ങളൊന്നും ഞാൻ സുലുവിനോട് വേറെ ആരോടും പറയത്തില്ല. അതൊന്നും ഓർത്ത് ബാലേട്ടൻ ടെൻഷൻ അടിക്കണ്ട. അതൊന്നും സാരമില്ല ഗോവർദ്ധന, എനിക്കറിയാലോ നിന്നെ. നീ എൻ്റെ അളിയൻ മാത്രമല്ല, എൻ്റെ ഏറ്റവും വിശ്വസ്തനായ ആളും കൂടിയാ. നീ ആരോടും പറയില്ലാന്ന് എനിക്കുറപ്പുണ്ട്. ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല. ഗോവർദ്ധനൻ യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. അലീനയും കുട്ടികളോടൊക്കെ യാത്ര പറഞ്ഞ് അവൻ അവിടെ നിന്നും പോവാണ്. ഗോവർദ്ധനൻ പോയതിനു ശേഷം ബാലചന്ദ്രൻ പതുക്കെ എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് നടന്നു. ഒന്ന് ഫ്രഷ് ആണം, ഈ ഭാരമെല്ലാം ഇറക്കി കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. മുറിയിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രഷായി വന്നപ്പോഴേക്കും കൃഷ്ണമോള് വാതിൽക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് വല്ലാത്ത ആകാംക്ഷയും പേടിയുണ്ടായിരുന്നു. അച്ഛാ, അവൾ പതുക്കെ വിളിച്ചു. എന്താ മോളെ? അല്ല, അച്ഛൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പോയത് അത് അലീന ചേച്ചി എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കാൻ വേണ്ടിയിട്ടാണോ? ചേച്ചിയെ കൊണ്ടുപോകാനുള്ള ആ ഒരു സ്ഥലമൊക്കെ ശരിയായെന്നോ? കൃഷ്ണമോള് ചോദിച്ചു. അവളുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. ബാലേന്ദ്രൻ ഒന്നും മിണ്ടിയില്ല. കുറച്ചൊന്നും മൗനമായി നിന്നു. ആ മൗനം കൃഷ്ണമോൾക്ക് വലിയൊരു ഉത്തരമായിരുന്നു. അച്ഛനൊന്നും പറയാതിരുന്നപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അത് ശരിയാണല്ലേ, ചേച്ചിയെ പറഞ്ഞു വിടാനുള്ള സ്ഥലമൊക്കെ അച്ഛൻ കണ്ടുപിടിച്ചു അല്ലേ? അവൾ വീണ്ടും ചോദിച്ചു. ബാലേന്ദ്രൻ ഒന്ന് ദീർഘനിശ്വാസം വിട്ടു. അതേ മോളെ, അലീനയെ കൊണ്ടുപോകാനുള്ള സ്ഥലം നോക്കി പോയതാ ഞാൻ. അല്ലാതെ നമ്മൾ വെറുതെ അവളെ ഇങ്ങോട്ടേക്ക് ഇറക്കി വിടാൻ പറ്റുമോ? അവൾക്ക് സേഫായിട്ട് നിൽക്കാൻ ഒരു സ്ഥലം വേണ്ടേ? അങ്ങനൊരു സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ കൃഷ്ണമോളുടെ കണ്ണ് നിറഞ്ഞു. അവൾ പെട്ടെന്ന് തന്നെ താഴെ കൂടി. താഴെ ഹാളിൽ ബബിതയും രോഹിതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണമോളുടെ ആ ഒരു മുഖം കണ്ടപ്പോൾ, എന്താ കൃഷ്ണേ, അച്ഛൻ എന്ത് പറഞ്ഞു? ചേച്ചിയെ കൊണ്ടുവയ്ക്കാനുള്ള സ്ഥലം നോക്കി പോയതാണോ? ബബിത ചോദിച്ചു. അതെ, അച്ഛൻ ചേച്ചിയെ കൊണ്ടുപോകാനുള്ള സ്ഥലമൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അച്ഛൻ്റെ സംസാരം കേട്ടിട്ട് എല്ലാം റെഡിയായ മട്ട കൃഷ്ണമോള് കരച്ചിലിൻ്റെ വാക്കിലെത്തിയിരുന്നു. അപ്പോഴാണ് അലീന വന്നത്. അവർ 3 പേരെയും നോക്കി. എല്ലാവരുടെയും മുഖം ഇങ്ങനെ വല്ലാതെ ഇരിക്കുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. എന്താ 3 പേരുടെയും മുഖം വല്ലാതെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് ഞാൻ കഴിക്കാനെടുക്കട്ടെ? അലീന സ്നേഹത്തോട് ചോദിച്ചു. അവർ പരസ്പരം നോക്കി. പിന്നെ ബബിത പതുക്കെ പറഞ്ഞു. ഒന്നുമില്ല ചേച്ചി. അച്ഛൻ എന്ത് പറഞ്ഞു? അലീനക്ക് സംശയമായി. അത് പിന്നെ അലീന ചേച്ചി ഇവിടെ നിന്ന് പോകുന്നതിനെ പറ്റി
അച്ഛൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയതാ. ബബിത പറഞ്ഞു നിർത്തി. അലീനയുടെ മുഖം പെട്ടെന്ന് തന്നെ വിളറി വെളുത്തു. അവളുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോകുന്നത് പോലെ തോന്നി. താൻ ഈ വീട് വിട്ടു പോകേണ്ടി വരുമെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് അച്ഛൻ അതിനുള്ള സ്ഥലം കണ്ടുപിടിക്കുമെന്ന് അവൾ കരുതിയില്ല. അലീന ഒന്നും മിണ്ടാതെ നിന്നു. അലീന, മുകളിൽ നിന്ന് ബാലചന്ദ്രന്റെ വിളി കേട്ടു. ദാ വരുന്നു അച്ഛാ. അലീന വേഗത്തിൽ തന്നെ മുകളിലേക്ക് കയറിപ്പോയി. മുറിയിലെത്തുമ്പോൾ ബാലേന്ദ്രൻ ജനലിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ആ നിൽപ്പ് കണ്ടപ്പോൾ അലീനയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ പതുക്കെ അടുത്തേക്ക് ചെന്നു. അച്ഛാ. ബാലേന്ദ്രൻ തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണിൽ സങ്കടം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ വെറുതെ പോയതല്ല എന്നുള്ള കാര്യം എനിക്കറിയാം അച്ഛാ. എനിക്ക് വേണ്ടിയിട്ടാണെന്നും എനിക്കറിയാം. അച്ഛൻ എങ്ങോട്ടേക്കാ പോയത്? അലീന ചോദിച്ചു. ബാലചന്ദ്രൻ കുറച്ചുനേരം അവളെ തന്നെ നോക്കി നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, അതേ മോളെ, നിന്നെ സേഫായിട്ടൊരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കണമല്ലോ. അതിനുവേണ്ടി ഒരു സ്ഥലം നോക്കാൻ പോയതാ. അല്ല അച്ഛാ, അത് അച്ഛൻ എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ഞാൻ എവിടേക്കെങ്കിലും അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. ബാലേന്ദ്രൻ അവളുടെ വാക്കുകൾ അങ്ങ് മുറിച്ചു. നീ എൻ്റെ മോളല്ലേ, അപ്പോൾ എനിക്ക് നിന്നെ സേഫായ സ്ഥലത്തേക്ക് വേണ്ടി കൊണ്ടുപോവാനേ അങ്ങനെ ഒരു സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. കൊളുത്തുപുഴയിലാ? കൊളുത്തുപുഴയിലോ? അതൊരുപാട് ദൂരെയല്ലേ അച്ഛാ? അലീന സങ്കടത്തോട് ചോദിച്ചു. അതേ മോളെ, ദൂരെയാണ്. പക്ഷേ അവിടെ നീ ഭയങ്കര സേഫായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ സ്ഥലം തന്നെ നോക്കിയത്. അവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. അവരെന്നെ വിളിക്കും. വിളിക്കാനോ? അതെ, അവരൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാ. അലീന ഒന്നും മിണ്ടാതെ നിന്നു. അത്രയും ദൂരത്തേക്ക് പോകണമെന്നോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഈ അച്ഛനെയും കൂട്ടുകളെയൊക്കെ വിട്ടുകൊണ്ട് തന്നെ ദൂരെ അവിടെ സേഫായിട്ട് പോകണ്ടേ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല മോളെ. ബാലേന്ദ്രൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അച്ഛാ, ഞാൻ വേറെ എവിടെയെങ്കിലും പോയിക്കോളാം അച്ഛാ. അലീന കണ്ണുനീരടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനൊന്നും ആവശ്യമില്ല. നീ ധൈര്യമായിട്ടിരിക്ക്. ഞാനല്ലേ നിന്നെ കൊണ്ടുപോയി വിടുന്നത്. ഞാൻ നിന്നെ അങ്ങനെ വെറുതെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളുവോ? ഒരിക്കലുമില്ല. അതെനിക്കറിയാം അച്ഛാ. എന്നെ അങ്ങനെ ഒരിടത്തും കൊണ്ടുപോയി തള്ളില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അച്ഛൻ എനിക്ക് വിശ്വാസമാണ്. അലീനയുടെ വാക്ക് കേട്ടപ്പോൾ ബാലേന്ദ്രന്റെ ഹൃദയം നുറുങ്ങുന്നത് പോലെ തോന്നി. ആ കണ്ണുകളിലെ വേദന കാണുന്നുണ്ടായിരുന്നു. താൻ പോകുന്നത് അച്ഛന് ഒരുപാട് സങ്കടമുണ്ട് എന്ന് അവൾക്കും മനസ്സിലായി. തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ അച്ഛൻ തനിക്ക് വേണ്ടി ഇത്ര ദൂരം പോയിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചത്. തന്നെ വെറുതെ ഇറക്കി വിട്ടാൽ മതിയാവുമായിരുന്നില്ല. അമ്മയോട് സത്യമെല്ലാം പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ തനിക്ക് ആ വീട്ടിൽ നിന്ന് തന്നെ നിൽക്കാമായിരുന്നു. പക്ഷേ അച്ഛനത് ചെയ്തില്ല. അച്ഛൻ്റെ ഉള്ളിലെ ആ വലിയ സ്നേഹം അവൾ തിരിച്ചറിയുകയായിരുന്നു. അലീന അങ്ങനെ താഴേക്ക് വരുമ്പോൾ കുട്ടികൾ 3 പേരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ എന്ത് പറഞ്ഞു ചേച്ചി? കൃഷ്ണമോൾ ഓടി വന്ന് ചോദിച്ചു. അലീന ഒരു വിളറിയ ചിരിയോടെ പറഞ്ഞു, എന്നെ കൊണ്ടുവിടാനുള്ള സ്ഥലമൊക്കെ അച്ഛൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ റെഡിയാക്കിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. എന്തായാലും അധികം വൈകാതെ എനിക്കിവിടെ നിന്ന് പോവേണ്ടി വരും. പോകാനോ? അലീന ചേച്ചി പോവാണോ? രോഹിത് സങ്കടത്തോട് ചോദിച്ചു. പിന്നെ പോകാതെ പറ്റില്ലടാ. അലീന അവൻ്റെ തലയിൽ തലോടി. വേണ്ട ചേച്ചി, ചേച്ചി ഇവിടെ നിന്നാൽ മതി. പോകണ്ട. ബബിത വന്ന് അവളുടെ കൈ പിടിച്ച്. അതെങ്ങനെ ശരിയാവും ബബിതേ? ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ ഇങ്ങോട്ടേക്ക് വരത്തില്ലല്ലോ. മാഡം ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയേ തീരൂ. ഞങ്ങൾക്ക് സങ്കട ചേച്ചി. ചേച്ചി ഇവിടെ നിന്നും പോകുമ്പോൾ കൃഷ്ണമോൾ കരയാൻ തുടങ്ങി. ഞാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സങ്കടമാണെന്നൊക്കെ എനിക്കറിയാം. അതുപോലെ തന്നെ ഈ വീട് വിട്ടു പോവാൻ എനിക്കും അത്ര വിഷമമുണ്ട് മക്കളെ. നിങ്ങളൊക്കെ പിരിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അമ്മ ഈ വീട്ടിലേക്ക് തിരിച്ചു വരണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ വിട്ട് പോവില്ലായിരുന്നു. അലീനയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകി. അവൾ വേഗം തന്നെ മുറിയിലേക്ക് പോയി. എങ്ങനെയെങ്കിലും അലീന ചേച്ചിയുടെ പോക്ക് മുടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് കൃഷ്ണമോൾ കണ്ണു തുറച്ച് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒരു വഴിയുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. ഇങ്ങനെ അമ്മയുടെ ഒരു കാര്യം. അമ്മയ്ക്കിപ്പോൾ ഇത് എന്തിൻ്റെ കേടാ? വരട്ടെ, അമ്മ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ കിടന്നങ്ങ് അനുഭവിച്ചോളൂ. ബബിത വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അലീന എവിടെ നിന്നും പറഞ്ഞു വിടുന്ന അമ്മയോട് അവൾക്ക് കടുത്ത വെറുപ്പ് തോന്നി. മുറിയിൽ വന്നിരുന്ന് അലീന കരയാണ്. അപ്പോഴാണ് ഒരു ഹോണ് റിങ് ചെയ്തത്. രേവതിക്കുട്ടിയായിരുന്നു ഫോൺ വിളിച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ രേവതിക്കുട്ടി വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അലീന കരച്ചിലെല്ലാം അടക്കിപ്പിടിച്ച് അവളോട് പറഞ്ഞു. കുളത്തിപ്പുഴ എന്ന സ്ഥലത്ത് അച്ഛൻ പോയി അന്വേഷിച്ചു വെച്ചിട്ടുണ്ട് മോളെ. അവിടെ നിന്ന് വിളിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. ചിലപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ എനിക്കിവിടെ നിന്ന് പോവേണ്ടി വരും, അലീന പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. ചേച്ചി, അപ്പോൾ അങ്ങനെയൊക്കെ ദൂരത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ചേച്ചിനെ എനിക്ക് കാണാൻ വരാൻ പറ്റുമോ? എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ? എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയില്ലല്ലോ. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അച്ഛൻ എന്താണെന്നും എങ്ങനെ എന്നെ കൊണ്ടുപോയി എന്താണെങ്കിലോ അങ്ങനെ ഒരു ദൂരത്തേക്കൊന്നും എന്നെ കൊണ്ടുപോയി ആക്കില്ല എന്ന് എനിക്കറിയാലോ. ഇടയ്ക്ക് അച്ഛനെ വന്ന് കാണാൻ തോന്നുന്നവർ അങ്ങോട്ടേക്ക് അച്ഛൻ വരുമായിരിക്കും. പിന്നെ എന്നെ ഇങ്ങോട്ടേക്ക് വിടുമായിരിക്കും. അങ്ങനെ ഒരു പ്രതീക്ഷയില്ല ഞാനും നിൽക്കുന്നത്, അലീന അവളെ ആശ്വസിപ്പിച്ചു. എനിക്കെന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുകയാണ് ചേച്ചി. ഒരു കാര്യം ചെയ്യാം, ചേച്ചി അങ്ങോട്ടൊന്നും പോകണ്ട, ഇങ്ങോട്ടേക്ക് വാ. ഞാൻ അങ്കിളിനോടും ആൻറ്റിയോടൊക്കെ സംസാരിക്കാം. അവർക്ക് ചേച്ചിയെ വലിയ ഇഷ്ടമാണ്, രേവതിക്കുട്ടി പറഞ്ഞു. അതൊന്നും ശരിയാവത്തില്ല മോളെ. നിന്നെ തന്നെ അവർ ഇത്ര കാര്യമായിട്ട് നോക്കുന്നില്ലേ? അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണണേ. നീ ചെയ്ത പുണ്യമാത്. അപ്പോൾ പിന്നെ ഞാനും കൂടി അങ്ങോട്ടേക്ക് വന്നാൽ അതൊരിക്കലും ശരിയാവില്ല.
നമ്മൾ അങ്ങനെ ഒരിക്കലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനൊന്നും പാടില്ല മോളെ. കുറേ നേരം സംസാരിച്ചതിന് ശേഷം അലീന ഫോൺ കട്ട് ചെയ്തു. മനസ്സിലെ സങ്കടം കുറച്ചൊന്ന് അലിഞ്ഞു പോയതുപോലെ അവൾക്ക് തോന്നി. ഇതേ സമയം കുളത്തുപുഴയിൽ സ്റ്റാൻലി വല്ലാത്ത ചിന്തയിലാണ്. വർഷങ്ങൾക്ക് മുൻപുള്ള ഓർമ്മകൾ അയാളുടെ മനസ്സിലൂടെ മിന്നി മറിഞ്ഞു. സ്വന്തം അമ്മ മരിച്ചുവെന്നും പറഞ്ഞ് താൻ നാട്ടിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് വൈജയന്തി പൂർണ്ണ ഗർഭിണിയായിരുന്നു. തിരികെ വന്നു നോക്കുമ്പോൾ അവൾ അവിടെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവളെ കണ്ടിട്ടേയില്ല. പക്ഷേ ഒടുവിൽ കാലം കാത്തുവെച്ച കാവ്യനീതി പോലെ തന്നെ ഇങ്ങനൊരു ട്വിസ്റ്റ് താൻ ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. സ്റ്റാൻലി ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. താൻ വിചാരിച്ചിരിക്കുന്നത് ഒന്നുകിൽ അവൾ പ്രസവിച്ചത് ആ കുഞ്ഞിനെ അവൾ തന്നെ അങ്ങ് നോക്കുന്നുണ്ടാവുമെന്നായിരുന്നു. അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊടുത്തു കാണും. അതുമല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് സന്തോഷമായി ജീവിക്കുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കൽ പോലും അയാൾ ചിന്തിച്ചിട്ടില്ല. സ്വന്തം മകൾ അവളുടെ മകളാണെന്നറിയാതെ തന്നെ വീട്ടിൽ വന്ന് അടിച്ചിറക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റാൻലി വല്ലാതെ കുഴങ്ങി. പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു സ്റ്റാൻലിക്ക്. എന്നാലും സ്റ്റാൻലി മനസ്സിൽ ഉറപ്പിച്ചു, ഇങ്ങനൊരു തീരുമാനമെടുത്തിട്ടൊന്നും കാര്യമില്ല. അതെ, എന്നാണെങ്കിലും അല്ല എന്ന് തന്നെയാണെങ്കിലും ബാലചന്ദ്രൻ എത്രയും പെട്ടെന്ന് തന്നെ പറയണം. കാരണം അല്ലെങ്കിൽ അവൻ അലീനെ വേറെ എവിടെയെങ്കിലും ആക്കും. സ്വന്തം അച്ഛൻ അടുത്തുള്ള സേഫ്റ്റി വേറെ എവിടെ നിന്നും കിട്ടാനാ? അതാണ് ബാലചന്ദ്രൻ ഇത്രയും ദൂരം ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ നന്മയാണ് എത്ര വലുതാണ്. മറ്റൊരാളായിരുന്നുവെങ്കിൽ ഈ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. അലീനെ അത്രമാത്രം അയാൾ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അയാൾ അലീനയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര ദൂരം വന്നത്. ഇതൊക്കെ ഓർത്ത് സ്റ്റാൻലിയുടെ ഉള്ളിൽ ബാലചന്ദ്രനോട് വല്ലാത്ത ബഹുമാനം തോന്നി. ഏതായാലും അലീനയ്ക്ക് വേണ്ടി സ്റ്റാൻലി ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്താണ്. വൈജയന്തിയുടെ അഹങ്കാരത്തിന് അറുതി വരുത്തണം. അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ തന്നെ സ്റ്റാൻലി തീരുമാനിച്ചു.